ഹലോ, ഞാൻ വിനി. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് അതിലത്തെ 5ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 4 വീഡിയോ കണ്ടിട്ടും കുറേ പേര് നന്നായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം കോമൻസിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ അടിപൊളി സംഭവങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഹലോ, ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിക്കോളൂ കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ വെച്ച് തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞതേ ലിങ്ക് ഇനി അന്വേഷിക്കുകയാണെങ്കിലേ താഴെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ റിവിഷനിലേക്കാണ് ആദ്യം പോണത്. എല്ലാവരും ഇപ്രാവശ്യം ഉത്തരം പറഞ്ഞു കേട്ടോ. ഇത് ആദ്യത്തെ വീഡിയോയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തിന്നാനൊന്നുമില്ല. അപ്പോൾ എനിക്കെന്ന് പറയണ്ട, തിന്നാനൊന്നുമില്ല. കേൾക്കട്ടെ. There's nothing to eat. വെരി ഗുഡ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. There's something to do. There's something to do. എന്തൊക്കെയോ ചെയ്യാനുണ്ട്. There's something to do. കുറേ പക്ഷികളുണ്ട്. There are many birds. പക്ഷികൾ ബേർഡ്സ് ആണ്. കുറേ പക്ഷികളുണ്ട്. ആ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ there are many birds. ഇനി കുറച്ച് പക്ഷികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. കുറച്ചുണ്ട് കേട്ടോ അവിടെ, ഇല്ലയെന്നൊന്നുമില്ല. There are a few birds. നമ്മുടെ ആ വയലിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി, അവിടെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പക്ഷികളുണ്ട്. എങ്ങനെയാ പറയാ? There are a few birds. പോയി നോക്കി നീ. There are a few birds. നീ അവിടെ പോയി നോക്കിയേ, അവിടെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. എങ്ങനെയാ പറയാ? There are a few birds there. അപ്പോൾ 2 there കണ്ടോ? അവസാനത്തെ there അവിടെ എന്ന് പറയേണ്ട there. അവിടെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകളാണ് there is അല്ലെങ്കിൽ there are എന്ന് വെച്ച് തുടങ്ങണേ. There are a few birds there. അവിടെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പക്ഷികളേ ഉള്ളൂ. എങ്ങനെ പറയും? There are few birds. ഇങ്ങനെയൊന്നുമല്ല, പണ്ടൊക്കെ എത്ര പക്ഷികൾ വന്നിരുന്നു അവിടെ. കലികാലം അല്ലേ? There are few birds. അടുത്തത്, നിങ്ങൾ എപ്പോഴേലും ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? ആ സാധനം ഹാവ് യു എവർ ഈറ്റൺ? V3 ഫോമാണ്. ഹാവ് യു എവർ ഈറ്റൺ എ ഡ്രാഗൺ ഫ്രൂട്ട്? ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ എപ്പോഴും കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൺ എ ഡ്രാഗൺ ഫ്രൂട്ട്? ഹാവ് യു ഈറ്റൺ എ ഡ്രാഗൺ ഫ്രൂട്ട് എന്നും പറയാം. ഇനി ശ്രദ്ധിക്കണേ, ഈറ്റ് എന്നുള്ള വാക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ്, നമ്മൾ കുറേ പറഞ്ഞിട്ടുള്ള ഏതാണ്? ഹാവ്. അപ്പോൾ ഈറ്റൺ എന്ന് പറയുമ്പം ഹാവിൻ്റെ ഏത് ഇതാ വരിക? ഹാഡ്. ഹാവിൻ്റെ V3 ഫോം ഹാഡ് ആണ്. അപ്പോൾ ഹാവ് യു എവർ ഹാഡ് എ ഡ്രാഗൺ ഫ്രൂട്ട്? ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴും കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ എവിടെ നിങ്ങൾ ഈറ്റ് കാണുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ഹാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ എയ്റ്റ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾ ഹാഡ് ഉപയോഗിക്കാം. V3 ഈറ്റൺ എന്നാണെങ്കിൽ അവിടെയും ഹാഡ് ഉപയോഗിക്കാം. കാരണം ഹാവിൻ്റെ പാസ്റ്റ് ടെൻസും ഹാഡാണ്, V3യും ഹാഡാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എനിക്ക് ക്വസ്റ്റ്യൻ വരും, ഹാഡ് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഞാൻ അതൊരിക്കലും കണ്ടിട്ടില്ല. ഐ ഹവ് നെവർ സീൻ ദാറ്റ്. അത് എന്ന് പറയാൻ വേണ്ടി ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് പറയാം. ഐ ഹവ് നെവർ സീൻ ഇറ്റ്, അങ്ങനെ പറയാം. ഓക്കെ. അവൾ ഒരിക്കലും ബസ്സിൽ സഞ്ചരിച്ചിട്ടില്ല. ഷി ഹസ് നെവർ ട്രാവൽഡ് ബൈ ബസ്. എപ്പോഴും വീട്ടിൽ നിന്ന് കാർ വരും, കൊണ്ടുപോകും. അങ്ങനെ കാറിൽ മാത്രമേ, അല്ലെങ്കിൽ പ്ലെയിൻ, ഇത് മാത്രമേ കുട്ടി യാത്ര ചെയ്തിട്ടുള്ളൂ. ബസ്സിൽ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. ഷി ഹസ് നെവർ ട്രാവൽഡ് ബൈ ബസ്. അപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു ബൈ എന്നുള്ള വാക്ക് നമുക്ക് കൂടെ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഓഫീസിൽ പോകാറ്? ബൈ ബസ്. ബൈ ബസ്. അങ്ങനെ ആ വസ്തു ഉപയോഗിച്ചാണ് നമ്മൾ യാത്ര ചെയ്യാറ് എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം കേട്ടോ, ബൈ. അപ്പോൾ ഷി ഹസ് നെവർ ട്രാവൽഡ് ബൈ ബസ്. ഇനി സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ മതിയോ? ഈസ് ഇറ്റ് ഇനഫ്? ഈസ് ഇറ്റ് ഇനഫ്? കുറച്ചിങ്ങനെ മോരൊഴിച്ചു കൊടുത്തിട്ട് മതിയോ? ഈസ് ഇറ്റ് ഇനഫ്? ഇനി കഴിഞ്ഞ് നമ്മൾ പഠിച്ചൊരു സെൻറ്റൻസാണ്, എല്ലാവർക്കും ഇരിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട്. എങ്ങനെ പറയും? നല്ല സൗകര്യപൂർവ്വം ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. there's enough space അല്ലെങ്കിൽ there's enough room for everyone to sit comfortably. ഓക്കെ. ഇനി അത് വലിക്കുന്നത് നിർത്ത്. എന്തെങ്കിലും ഒരു നല്ല സാധനം വാങ്ങിച്ചു കൊടുത്താൽ കുട്ടികൾ അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. സ്റ്റോപ്പ് പുള്ളിങ് ദാറ്റ്. പുൾ എന്ന് വെച്ചാൽ വലിക്കുക. സ്റ്റോപ്പ് പുള്ളിങ് ദാറ്റ്. പഠിക്കുന്നത് തുടങ്ങുക. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് കുറച്ച് നേരമായി,
അപ്പോൾ എങ്ങനെ പറയാം? പഠിക്കുന്നത് തുടങ്ങൂ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങൂ. സ്റ്റാർട്ട് സ്റ്റഡിയിങ്. സ്റ്റാർട്ട് സ്റ്റഡിയിങ്. അപ്പോൾ തയ്യാറാണോ? എങ്ങനെ പറയാം? ആർ യു റെഡി? ആർ യു റെഡി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 കാര്യങ്ങളൂടെ നമുക്ക് റിവൈസ് ചെയ്യണം. നീ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടോ? എങ്ങനെ പറയും? അപ്പോൾ നീ, ഡു യു. നമ്മൾ 3 കാര്യങ്ങളല്ലേ പഠിച്ചത്? ഡു യു, ഡസ് ഷി, ഡസ് ഹി. അപ്പോൾ ഇവിടെ എന്താ വരിക? ഡു യു. ഡു യു ട്രാവൽ ബൈ ബസ്? നീ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടോ? ഡു യു ട്രാവൽ ബൈ ബസ്? ട്രാവൽ എന്ന് വെച്ചാൽ യാത്ര ചെയ്യാം. ഡു യു ട്രാവൽ ബൈ ബസ്? ചില സമയത്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. സംടൈംസ്. സംടൈംസ് എന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ. സംടൈംസ്. നീ ബിരിയാണി തിന്നാറില്ലേ? അങ്ങനെ ചോദിക്കും. ഡോണ്ട് യു ഈറ്റ് ബിരിയാണി? അതൊക്കെ ഒരു അത്ഭുതമാണ് നമുക്കല്ലേ. ബിരിയാണി കഴിക്കാത്ത ആളോ? ഡോണ്ട് യു ഈറ്റ് ബിരിയാണി? എനിക്ക് അതിനെക്കുറിച്ച് നിന്നോട് പറയാൻ താല്പര്യമില്ല. ഒരു ബിരിയാണി ദുരന്ത കഥയുണ്ട്. പണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ അടിപിടിച്ച് പിന്നെ ഞാൻ ബിരിയാണി കഴിക്കാറില്ല. അപ്പോൾ ആ കഥ എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് നിന്നോട് പറയാൻ താല്പര്യമില്ല. എങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. ഓർമ്മിപ്പിക്കല്ലേ, എനിക്കത് പറയാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണേ. എനിക്ക് പേടിയാണ്. അങ്ങനെ പറയും? ഐ എം അഫ്രെയ്ഡ്. പേടിയായുള്ള അവസ്ഥ അഫ്രെയ്ഡ്. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഐ എം ഹാപ്പി എന്ന് പറയും അല്ലേ. ആകെ ഒരു കിളി പോയിരിക്കുകയാണെങ്കിൽ ഐ എം ലോസ്റ്റ് അല്ലേ. അപ്പോൾ ഐ എം അഫ്രെയ്ഡ്. ഞാൻ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അയാളത്ത് പറയാണ്, ഇല്ല ശരിയാവൂടാ, കുഴപ്പമില്ല, ശരിയാവും. എങ്ങനെ പറയും? യു വിൽ ബി ഫൈൻ. യു വിൽ ബി ഫൈൻ. അങ്ങനെ തന്നെ പഠിക്കുക. യു വിൽ ബി ഫൈൻ്റെ ആ ചുരുക്കമാണ് യു വിൽ ബി ഫൈൻ. യു വിൽ ബി ഫൈൻ. വിഷമിക്കണ്ട. എങ്ങനെ പറയാം? വിഷമിക്കണ്ട. ഡോണ്ട് വറി. യു വിൽ ബി ഫൈൻ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, എക്സാമൊക്കെ നീ പാസ്സാവും. ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് വറി, യു വിൽ ബി ഫൈൻ. ഓക്കെ. ഞാൻ ഓക്കെ ആവും, കുഴപ്പമില്ല. ഐ വിൽ ബി ഓക്കെ. അപ്പോൾ ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടോ? യു വിൽ ബി ഫൈൻ. നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ ഫൈൻ ആയിരിക്കും. യു വിൽ ബി ഫൈൻ എന്ന് വെച്ചാൽ ഈ എക്സാം ഇപ്പോൾ എഴുതി ഇങ്ങനെ ഇരിക്കുക, പൊട്ടുമെന്ന് എഴുതിയ ആൾക്കറിയാലോ. അല്ലെങ്കിൽ ചില സമയത്ത് അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും പൊട്ടുന്നു, പക്ഷെ ജയിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് ഭയങ്കര എക്സാമിൻ്റെ പേടിയും അങ്ങനെ ഒരു ടെൻഷനുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, വിഷമിക്കേണ്ടടാ, യു വിൽ ബി ഫൈൻ. അങ്ങനെ ഡോണ്ട് വറി, യു വിൽ ബി ഫൈൻ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഫൈൻ ആവുന്നില്ല, ഫൈൻ ആവും. നീ യു വിൽ ബി ഫൈൻ. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. യു വിൽ ബി ഫൈൻ, പേടിക്കണ്ട അല്ലേ. അപ്പോൾ യു ആർ ഫൈൻ എന്ന് വെച്ചാൽ അർത്ഥം യു ആർ ഫൈൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, യു ആർ ഫൈൻ. പക്ഷേ യു വിൽ ബി ഫൈൻ, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, യു വിൽ ബി ഫൈൻ. ആ വ്യത്യാസം മനസ്സിലായോ? ആ ബി അവിടെ വിടരുത്. യു വിൽ ബി ഫൈൻ, ഷീൽ ബി ഫൈൻ. അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഷീൽ ബി ഫൈൻ. അവൾ ഇത്തിരി ലേറ്റ് ആയെന്നേ ഉള്ളൂ, വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ട്രെയിൻ ഇത്ര ലേറ്റ് ആകുന്നത്, നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? ആദ്യമായിട്ട് കുട്ടി ട്രെയിനിലൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ പാരൻസിനൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, അയ്യോ ഇനിയിപ്പോൾ അവൾക്ക് അറിയില്ല എവിടെ ഇറങ്ങണ്ടേന്ന്, അതോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ കൂടെയുള്ള ഒരു സുഹൃത്ത് പറയാം, വിഷമിക്കേണ്ട, ഡോണ്ട് വറി, ഷീൽ ബി ഫൈൻ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഷീൽ ബി ഫൈൻ. അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഹീൽ ബി ഫൈൻ. ഓക്കെ. അതുപോലെ യു വിൽ ബി ഫൈൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കണ്ട, യു വിൽ ബി ഫൈൻ. ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ പൂരിയാവും. ഓക്കെ. ഇനി ലേറ്റ് ആവുമോ അങ്ങനെ ചോദിക്കില്ല ചിലർ. ഇപ്പം ഇറങ്ങിയിട്ട് പോവും, ലേറ്റ് ആവുമോ എന്ന് അറിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കണത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ലേറ്റ് ആവുമോ അങ്ങനെ ചോദിക്കുക. വിൽ യു ബി ലേറ്റ്? ഇല്ലില്ല, ഞാൻ പെട്ടെന്ന് വരും. I'll be back soon. അത് പറഞ്ഞു നോക്കി, I'll be back soon. അപ്പോൾ ഐ വിൽ ബി ബാക്ക് സൂൺ എന്നൊക്കെ ആണ് അതിൻ്റെ ഒരു ദീർഘമായ രൂപം. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇനി നമ്മൾ അങ്ങനെയൊന്നും പഠിക്കില്ല. ഇത് നമ്മൾ ഈ ചുരുക്കിയ സാധനങ്ങളെ പഠിക്കുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാമർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അറിയാലോ, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ആ പ്ലേലിസ്റ്റുകൾ, അത് കാണുക. ആദ്യത്തെ ഒരു 16 വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാമറൊക്കെ പിടികിട്ടും. പക്ഷേ എനിക്കിവിടെ ഗ്രാമർ പറഞ്ഞ് അത് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പേരൊക്കെ പിന്നെയും സാരി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസ് തുടങ്ങിയത് കേട്ടോ. ആ ആൾക്കാർക്ക് അറിയാം, ഞാൻ അവരുടെ അടുത്ത് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇമെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഈ വീഡിയോ സീരീസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം.
ലക്ഷ്മിക്കുട്ടി ഈ വീഡിയോ സീരീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്നുണ്ടെന്നൊന്ന് പറയാം കേട്ടോ. അടുത്തത് ലേറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ വിൽ യു ബി ലേറ്റ്. ഒക്കെ ബി മറക്കരുത് കേട്ടോ. വിൽ യു ലേറ്റ് എന്ന് പറയരുത്, വിൽ യു ബി ലേറ്റ്. ഞാൻ നേരത്തെ വരും, ഉടനെ തിരിച്ചു വരും. ഉടനെ എന്ന് പറയാൻ സൂൺ. ആൽ ബി അങ്ങനെ ഓർത്താൽ മതി. ആൽ ബി ബാക്ക് സൂൺ, ആൽ ബി ബാക്ക് സൂൺ. ഓക്കെ. നീ എവിടെയാണ് ഉണ്ടാവുക? എവിടെയാന്ന് പറയാൻ എപ്പോഴും വേർ. എവിടെയാന്നുള്ള സെൻറ്റൻസുകൾ, എവിടെയാണ് ഒരാൾ ഉണ്ടാവുക അല്ലെങ്കിൽ എവിടെയാണ് അതുള്ളത് എന്നൊക്കെ പറയാം. ആദ്യം വരിക വേ വിൽ യു ബി. നീ അവിടെ വരാമെന്ന് പറഞ്ഞില്ലേ 10 മണിക്ക്, ലേറ്റ് ആവുമോ? വിൽ യു ബി ലേറ്റ്? ഇല്ല അല്ലേ? ഓക്കെ. നോ, ഐ വിൽ ബി ബാക്ക് സൂൺ എന്നൊക്കെ പറഞ്ഞു. വേ വിൽ യു ബി, നീ എവിടെ ചെന്നാലും നിന്നെ ഒന്ന് കണ്ടെത്തുക. അത് വലിയൊരു സ്ഥലമല്ലേ, മോളിൻ്റെ ഏത് ഭാഗത്താണ് നീ ഉണ്ടാവുക? വേ വിൽ യു ബി. അപ്പം ഞാൻ വീട്ടിലുണ്ടാവും എന്ന് പറയണമെങ്കിൽ ഐ വിൽ ബി ഹോം. നീ അവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റും, മോളിൽ വരണ്ട. ഐ വിൽ ബി ഹോം. വേ വിൽ യു ബി? ഐ വിൽ ബി ഹോം. ഐ വിൽ ബി ഹോം. നിങ്ങൾ അത്താഴത്തിന് ഇവിടെ ഉണ്ടാവുമോ? ഡിന്നർ കഴിക്കാൻ ഇവിടെ ഉണ്ടാവുമോ? വിൽ യു ബി ഹിയർ അല്ലേ? നേരത്തെ വിൽ യു ബി ഹോം എന്ന്, അല്ലെങ്കിൽ വിൽ യു ബി ലേറ്റ് എന്നൊക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കണം. വിൽ യു ബി ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ. വിൽ യു ബി ഹിയർ എന്തിന്? ഡിന്നറിന്. ഫോർ ഡിന്നർ. വിൽ യു ബി ഹിയർ ഫോർ ഡിന്നർ? മനസ്സിലായോ? ഓക്കെ. ഞാൻ ലേറ്റ് ആവും എന്ന് പറയണമെങ്കിലോ? നോ, ഐ വിൽ ബി ലേറ്റ്. ഇപ്പം നമ്മൾ കുറച്ച് സെൻറ്റൻസേ പഠിച്ചെങ്കിലും ഈ സെൻറ്റൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. നമ്മുടെ കുട്ടി UK യിലേക്കുള്ള അഡ്മിഷനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കാശ് ശരിയാവും എന്ന് തോന്നുന്നില്ല, കുറച്ച് ടൈറ്റാണ്. അപ്പം നമ്മൾ പറയാണ് അവന് പോവാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഇത്തവണ, അടുത്ത തവണയേ എനിക്ക് കാശ് സെറ്റാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ വിഷമിക്കുമോ എന്നങ്ങനെ പാരൻസ് ഇരിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ഹീൽ ബി ഫൈൻ, അവന് കാര്യങ്ങളൊക്കെ അറിയാലോ, ഹീൽ ബി ഫൈൻ, അവൻ അതിൻ്റെ വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് നോക്കിക്കോളാം സമയം കൊണ്ട്. ഹീൽ ബി ഫൈൻ അല്ലേ? ഹീൽ ബി ഫൈൻ, അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബസ്സിന്ന് കുറച്ച് ലേറ്റ് ആവും, അപ്പോൾ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാതെ വിചാരിക്കുന്നത്. അവൾക്ക് വിശക്കുന്നുണ്ടാവുമോ? വിശക്കുമോ എന്ന് വെച്ചാൽ അവൾ എത്തുമ്പോഴേക്കും വിശക്കുമോ? അങ്ങനെ ചോദിക്കും. വിൽ ഷീ ബി ഹംഗ്രി? കണ്ടോ, നീ ലേറ്റ് ആവുമോ? വിൽ യു ബി ലേറ്റ്? അവൾ വരുമ്പോഴേക്കും അവൾക്ക് വിശക്കുമോ? വിൽ ഷീ ബി ഹംഗ്രി? നോ, ഷീൽ ബി ഫൈൻ, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കയ്യിലുണ്ടാവും. ഷീൽ ബി ഫൈൻ. നിൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? നിൻ്റെ കൂടെ ഉണ്ടാവുക? ആരുടെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? ആരാ നിൻ്റെ കൂടെ ഉണ്ടാവുക? അങ്ങനെ ചോദിക്കുക. എവിടെയാന്ന് പറയാൻ വേർ. ആരാന്ന് പറയാൻ ഹൂ. ഹൂ വിൽ ബി വിത്ത് യു, നിൻ്റെ കൂടെ. വിത്ത് യു. ഹൂ വിൽ ബി വിത്ത് യു. ആരാണ് നിൻ്റെ കൂടെ ഉണ്ടാകുക? നീ എവിടെയാണ് ഉണ്ടാകുക? വേ വിൽ യു ബി. ആരാണ് നിൻ്റെ കൂടെ ഉണ്ടാക്കുക? ഹൂ വിൽ ബി വിത്ത് യു. അപ്പോൾ യുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഈ 2 സെൻറ്റൻസും നോക്കിയൊക്കെ. വേ വിൽ യു ബി, എവിടെയാണ് നീ ഉണ്ടാവുക? ഹൂ വിൽ യു ബി വിത്ത്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൂ വിൽ ബി വിത്ത് യു, അങ്ങനെയും ചോദിക്കാം. രണ്ടും നമ്മൾ കാഷ്വൽ കോൺവെർസേഷനിൽ കേൾക്കാറുള്ളതാണ്. കുറച്ചുകൂടെ ഫോമലായിട്ട് പറയണമെങ്കിൽ ഹൂ വിൽ യു ബി വിത്ത് എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത് വിത്ത് അവിടെ അങ്ങനെ കിടക്കണേക്കാളും നല്ലത് ഹൂ വിൽ ബി വിത്ത് യു, ആരാണ് നിൻ്റെ കൂടെ ഉണ്ടാവുക, അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഞാൻ സ്കൂളിലുണ്ടാവും, എങ്ങനെ പറയാ? ഞാൻ വീട്ടിലുണ്ടാവും, എങ്ങനെ പറയാം? ഐ വിൽ ബി ഹോം. ഞാൻ സ്കൂളിലുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഹോം അല്ലെങ്കിൽ ഹിയർ ദെയർ അതിൻ്റെ ഒന്നും ഒപ്പം അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ഉപയോഗിക്കില്ല. പക്ഷേ വേറെ സ്ഥലങ്ങൾ പറയുമ്പം ഏത് സ്ഥലത്താണെന്ന് പറയാൻ അറ്റ് വേണം. ഓക്കെ. അപ്പോൾ ഞാൻ മാർക്കറ്റിലുണ്ടാവും, എങ്ങനെ പറയും? ഐ വിൽ ബി അറ്റ് ദ മാർക്കറ്റ്. ഞാൻ മാളിലുണ്ടാവും, ഐ വിൽ ബി അറ്റ് ദ മാൾ. അറ്റ് ദ മാൾ എന്ന് വെച്ചാൽ മാളിൻ്റെ അടുത്ത്. മാളിൻ്റെ ഉള്ളിലാണെന്ന് പറയണമെങ്കിൽ ഐ വിൽ ബി ഇൻ ദ മാൾ. ഇനി ഞാൻ സ്റ്റേഷനിലുണ്ടാവും, ഐ വിൽ ബി അറ്റ് ദ സ്റ്റേഷൻ. ലേറ്റ് ആവുമോ? വിൽ യു ബി ലേറ്റ്? നോ, ഐ വിൽ ബി അറ്റ് ദ സ്റ്റേഷൻ. സ്റ്റേഷനിൽ ഞാൻ ഉണ്ടാവും. അടുത്തത്, എന്തെങ്കിലും സഹായം വേണോ? എങ്ങനെ ചോദിക്കും? പഠിക്കണം. ഇത് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്നല്ലേ? നിനക്ക്. അപ്പം ഡു യു നീഡ് എനി ഹെൽപ്പ്? നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് എനി ഹെൽപ്പ്? അപ്പോൾ ഞാനത് നോക്കിക്കോളാം എന്ന് പറയാൻ ഐ വിൽ മാനേജ്. ഞാൻ മാനേജ് ചെയ്തോളാം. ഐ വിൽ മാനേജ്.
അല്ലെങ്കിൽ നിനക്കിത് മനസ്സിലാവുന്നില്ലേ, നിനക്ക് ഹെൽപ്പ് വേണോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് കണ്ടുപിടിച്ചോളാം അങ്ങനെ പറയും. ഇറ്റ്സ് ഓക്കെ, ഐ ഫിഗർ ഇറ്റ് ഔട്ട്. ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോളാം. ഐ ഫിഗർ ഇറ്റ് ഔട്ട്. അല്ലെങ്കിൽ ഐ മാനേജ്. ഐ മാനേജ് എന്ന് വെച്ചാൽ ഇത്ര കാശേ ഉള്ളൂ, കൂടുതൽ വേണ്ടി വരുമോ? ഐ മാനേജ്, ഞാൻ മാനേജ് ചെയ്തോളാം. ഐ മാനേജ്. ഇത് ഞാൻ ശരിയാക്കിക്കോളാം, അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മളൊന്നിങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ ചോദിക്കുക സഹായം വേണോ? നോ വറീസ്, കുഴപ്പമൊന്നുമില്ല, ഐ ഫിഗർ ഇറ്റ് ഔട്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി എത്ര മണിക്കാണ് നീ എത്തുക? എത്ര മണിക്കാന്ന് പറയാൻ വാട്ട് ടൈം. അപ്പോൾ എപ്പോഴാന്ന് ചോദിക്കാൻ വെൻ. അപ്പോൾ വെന്നും വാട്ട് ടൈമും തമ്മിൽ വ്യത്യാസം എന്താ? വാട്ട് ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയം പറഞ്ഞോളാം. വെൻ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞാലും മതി, സമയം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വാട്ട് ടൈം എന്ന് ഒരാൾ ചോദിച്ചാൽ ഉച്ചയ്ക്ക് എന്ന് പറയരുത്, ടൈം പറഞ്ഞോളാം. ഓക്കെ, വാട്ട് ടൈം വിൽ യു അറൈവ്? എത്ര മണിക്കാണ് നിങ്ങൾ എത്തുക ഞാൻ ചോദിക്കണം. വാട്ട് ടൈം വിൽ യു അറൈവ്? മനസ്സിലായോ? വാട്ട് ടൈം വിൽ യു അറൈവ്? വാട്ട് ടൈം വിൽ യു അറൈവ്? എത്ര മണിക്കാണ് നിങ്ങൾ എത്തുക? ഞാൻ 6 മണിക്ക് അവിടെ എത്തും. എങ്ങനെ പറയാ? ഐ വിൽ ബി ദേർ. മനസ്സിലായില്ലേ? നമ്മളിവിടെ ഐ വിൽ ബി ഹോം, ഐ വിൽ ബി അറ്റ് ദ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹോം, ദേർ, ഹിയർ, ഇൻ, ഔട്ട്, ഔട്ട്സൈഡ്, അപ്സ്റ്റേഴ്സ്, ഇതിൻ്റെ ഒന്നും ഒപ്പം നമ്മൾ അറ്റ് ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഐ വിൽ ബി ദേർ എത്ര മണിക്ക്? അറ്റ് 6 PM. വാട്ട് ടൈം വിൽ യു അറൈവ്? ഞാൻ അവിടെ 6 മണിക്ക് ഉണ്ടാവും. ഐ വിൽ ബി ദേർ അറ്റ് 6 PM. ഇനി ചോദിക്കാണ് മഴ പെയ്യാൻ പോവാണോ? ഞാൻ ചോദിക്കും മഴ പെയ്യാൻ പോവുക? ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ? ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ? ഫുൾ കാർമേഘവും പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ പറന്നു പോകണം, അങ്ങനെയല്ല മഴക്കാലം വരുമ്പോൾ എല്ലാം പറന്നു പോകണം, ഭയങ്കര കാറ്റും. ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ? അപ്പോൾ നമ്മളെന്താ പറയുക? ഞാനൊരു കുട കൊണ്ടുവരാം. അങ്ങനെ പറയാം ഐ ബ്രിങ് എന്ത്? an umbrella, ഒരു കുട. ഐ ബ്രിങ് an umbrella. ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ? ഐ ബ്രിങ് an umbrella. ഐ ബ്രിങ്. അപ്പോൾ നേരത്തെ കണ്ട സെൻറ്റൻസുകളിൽ നിന്ന് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഏതാ? ഐ ബി ലേറ്റ്, ഷീൽ ബി ഹംഗ്രി. അപ്പോൾ അവിടെയൊക്കെ ബി വന്നു അല്ലേ? ഈ അവസ്ഥയിലായിരിക്കും ഐ ബി ഹംഗ്രി, ഞാൻ അവിടെ ഉണ്ടാവും, ഐ ബി ദേർ. പക്ഷേ ഇവിടെ ഐ ബ്രിങ് എന്ന് പറഞ്ഞാൽ അവിടെ ബി വന്നില്ല. എന്താ കാരണം? ബ്രിങ് ആണ് നമ്മൾ പറയേണ്ട കാര്യം, ഞാൻ കൊണ്ടുവരിക അല്ലേ? അപ്പോൾ ആ സെൻറ്റൻസുകൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒക്കെ പറയുമ്പോൾ നമ്മളോട് ബി ഉപയോഗിക്കില്ല. ഐ ബ്രിങ്, ഐ ഈറ്റ്, ഐ റൺ, ഐ ഗോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവും, ഹംഗ്രി ആവും, അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഐ ബി ലേറ്റ്, ഐ ബി ഹംഗ്രി. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി അല്ലാണ്ട് ചെയ്യില്ലേ നമ്മൾ, കൊണ്ടുവരിക, ഓടുക, എടുക്കുക, മറിച്ചിടുക, ഒടിച്ചിടുക, ഇതൊക്കെ പറയുമ്പം ആ വേർബ് പറയാം, ബി വേണ്ട. അപ്പോൾ ഞാനൊരു കുട കൊണ്ടുവരാം, ഐ ബ്രിങ് an umbrella. അപ്പോൾ ഒരാളിങ്ങനെ പുറത്തിറങ്ങി പോകുന്ന അയ്യോ ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ എന്ന് പറയുമ്പം ഇറങ്ങാണ്ട് പോകാണ്ട് ഇപ്പോൾ നിർത്തിയില്ല. അപ്പോൾ ഐ ബ്രിങ് an umbrella. വെയിറ്റ് ഒരു സെക്കൻഡ്, വെയിറ്റ്, ഐ ബ്രിങ് an umbrella. ഞാനൊരു കുട കൊണ്ടുവരാം. നീ കല്യാണത്തിന് വരുന്നുണ്ടോ? അങ്ങനെ പറയാം. വരിക, കം. ആർ യു കമ്മിങ് ടു ദ വെഡിങ്? നീ കല്യാണത്തിന് വരുന്നുണ്ടോ? ആർ യു കമ്മിങ് ടു ദ വെഡിങ്? അപ്പോൾ ഞാനവിടെ ഉണ്ടാവും എന്ന് പറയാൻ യെസ് ഐ വിൽ ബി ദേർ, ഞാനവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദേർ കേട്ടോ. ഐ വിൽ ബി ലേറ്റ്, ഷീൽ ബി ലേറ്റ്, ഐ വിൽ ബി ദേർ, ഹീൽ ബി ദേർ. അങ്ങനെ ബി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ നമ്മളെ വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾ ആ സെൻറ്റൻസുകൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ബി ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ബ്രിങ്, അങ്ങനെ ടേക്ക്, അങ്ങനത്തെ വേർബ്സ് വരിക എന്നുള്ളത് കേട്ടോ. അത് ഓർത്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നീ എന്നെ പിന്നീട് തിരിച്ച് വിളിക്കുമോ അല്ലെങ്കിൽ വിളിക്കുമോ? എങ്ങനെ ചോദിക്കുക? വിൽ യു കോൾ മീ? എന്നെ അത് ചെയ്യുമോ? ഭാവിയിൽ ചെയ്യുമോ? വിൽ യു കോൾ മീ പിന്നീട്. ലേറ്റർ, വിൽ യു കോൾ മീ ലേറ്റർ? അപ്പോൾ ഞാൻ ഇന്ന് രാത്രി തന്നെ നിന്നെ വിളിക്കാം, പേടിക്കണ്ട. ഐ വിൽ കോൾ യു ടുനൈറ്റ്. വിൽ യു കോൾ മീ ലേറ്റർ? കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വിളിക്കുമോ? എന്തോ അത്യാവശ്യമായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമോ? വിൽ യു കോൾ മീ ലേറ്റർ? വിഷമിക്കേണ്ട, ഐ വിൽ കോൾ യു ടുനൈറ്റ്. ഇന്ന് രാത്രി ഞാൻ നിന്നെ വിളിക്കാം. ഇപ്പോൾ ടുഡേ നൈറ്റ് അല്ല, ഇന്ന് രാത്രി ടുനൈറ്റ് ആണ് കേട്ടോ. ഐ വിൽ കോൾ യു ടുനൈറ്റ്, ഐ വിൽ കോൾ യു, ഐ വിൽ ബ്രിങ് ഇറ്റ്, ഐ വിൽ ടേക്ക് ഹെർ. അപ്പോൾ ഐ വിൽ നോട്ട്, അല്ലെങ്കിൽ ഐ വിൽ ബി ലേറ്റ്, ഷീൽ ബി ഹംഗ്രി, അങ്ങനെ. ഓക്കെ, നീ ഒറ്റയ്ക്കാണോ പോണേ? ഞാൻ ബൈക്കിലാണ് പോണേ, വേണോ ലിഫ്റ്റ് വേണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡു യു നീഡ് എ റൈഡ് അങ്ങനെ പറയാം. ഡു യു നീഡ് എ റൈഡ്? റൈഡ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വരുന്നോന്ന് ആ സ്ഥലത്തേക്ക്, എവിടെയാ ഒരുമിച്ച് പോകാലോ. ഡു യു നീഡ് എ റൈഡ്? ഡു യു നീഡ് എ റൈഡ്? ഈ ഡു യു നീഡ് നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ?
ഡു യു നീഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഡു യു നീഡ് സം വാട്ടർ, കുറച്ച് വെള്ളം വേണോ, ഡു യു നീഡ് സം വാട്ടർ, ഐ വിൽ ബി ഫൈൻ, കുഴപ്പമില്ലടാ, ഐ വിൽ ബി ഫൈൻ. അപ്പോൾ ഡു യു നീഡ് എ റൈഡ്, എൻ്റെ ഉത്തരം എന്താ പറയാം? അപ്പോൾ താല്പര്യമില്ലെങ്കിൽ നമ്മളെന്താ പറയാം? ഇറ്റ്സ് ഓക്കെ, ഐ വിൽ വാക്ക്. താങ്ക് യു, ഐ വിൽ വാക്ക്. എന്ന് വെച്ചാൽ ഞാൻ നടക്കാം, ഐ വിൽ വാക്ക്. അല്ലെങ്കിൽ ബസ് എടുത്ത് പോയിക്കോളാം എന്ന് പറയാൻ ഐ വിൽ ടേക്ക് ദ ബസ്. ബസ് ഉണ്ട്, ഐ വിൽ ടേക്ക് ദ ബസ്. കൊണ്ടാക്കണോ? ഡു യു നീഡ് എ റൈഡ്, ഐ വിൽ വാക്ക്, ഐ വിൽ ടേക്ക് ദ ബസ്. വിൽ യു ജോയിൻ അസ് ഫോർ ലഞ്ച്, ഉച്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമോ? വിൽ യു ജോയിൻ അസ് ഫോർ ലഞ്ച്? ഞാനവിടെ ഉണ്ടാവും, ഓക്കെ, ഐ വിൽ ബി ദേർ. നമ്മൾ നേരത്തെ പഠിച്ചതന്നെ അല്ലേ. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അവർക്കും നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാം. അവസാനം നിങ്ങളൊരു ചോദ്യം ചോദിക്കണം അല്ലേ, കല്യാണം കഴിക്കുമോ? എങ്ങനെ ചോദിക്കും? വിൽ യു മാരി മീ, എന്നെ കല്യാണം കഴിക്കുമോ? പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല കുട്ടിക്ക് ഇനിയും സമയം വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ. എങ്ങനെ പറയും? സോറി, നേരത്തെ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞില്ല, എങ്ങനെ പറഞ്ഞേ? ഐ നീഡ് സം വാട്ടർ. ഡു യു നീഡ് സം വാട്ടർ, വെള്ളം വേണോ? ഐ നീഡ് സം വാട്ടർ. അപ്പോൾ വിൽ യു മാരി മീ എന്ന് ചോദിച്ചപ്പം എന്താ വേണ്ടത്? വാട്ടർ അല്ല വേണ്ടത്, സമയം. ഐ നീഡ് സം മോർ ടൈം. എന്തിന്? ഒരു തീരുമാനത്തിലെത്താൻ, ടു മേക്ക് എ ഡിസിഷൻ. ഐ നീഡ് സം മോർ ടൈം ടു മേക്ക് എ ഡിസിഷൻ എന്ന് പറഞ്ഞു നോക്കിയേ. വിൽ യു മാരി മീ എന്ന് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, എന്നാലും നിങ്ങൾ കുറച്ചുകൂടെ സമയം വേണം ഒന്ന് ഡിസൈഡ് ചെയ്യാൻ. ഞാനിനി കല്യാണം കഴിച്ചിട്ട് നമ്മൾ രണ്ടുപേരുടെ ജീവിതം കൊള്ളാവുകയാണെങ്കിലോ, കുറച്ചുകൂടെ സമയം കിട്ടിയാൽ നല്ലതാണെന്നുള്ള രീതിയിൽ സോറി, ഐ നീഡ് സം മോർ ടൈം ടു മേക്ക് എ ഡിസിഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതിൽ ഐ വിൽ ബി ആണ് പഠിച്ചത്, പിന്നെ ഐ വിൽ ടേക്ക്, ഐ വിൽ വാക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളല്ലേ. ഐ വിൽ ബി ഹോം, ഞാൻ എവിടെ ഉണ്ടാവുക? ഐ വിൽ ബി ഹോം, ഞാൻ വീട്ടിലുണ്ടാവും, അങ്ങനെ പറയണത്. അല്ലെങ്കിൽ ഷീൽ ബി ഹംഗ്രി, അത്ര നേരം ഒന്നും ലേറ്റ് ആക്കാൻ പറ്റില്ല, ഷീൽ ബി ഹംഗ്രി, അവൾക്ക് വിശക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അവൾ പഠിക്കുമോ? നമ്മൾ അവളൊരു പുതിയൊരു കോഴ്സിന് ചേർക്കുകയാണ്, നീ ചേർത്തത് കാശ് കൊടുത്തിട്ട് ചേർത്തതാണ്, പഠിക്കുമോ അവൾ? അങ്ങനെ പറയാം. അടുത്തത്, അവൾ ഒറ്റയ്ക്കാവുമോ നീ? അങ്ങനെ ചോദിക്കില്ലേ. എല്ലാവരും നേരത്തെ ഉള്ള ബസ്സിന് കയറി വന്നു, അവളുടെ തീർന്നില്ല, അപ്പോൾ അവൾക്ക് കുറച്ച് നേരം കൊണ്ട് നിൽക്കേണ്ടി വന്നു, ഇനി അവൾ ലേറ്റ് ആവുമോ? വിൽ ഷീ? ഓക്കെ, 6 മണിയാവുമ്പം ഓഫീസിൽ വന്നാൽ നിങ്ങൾ ഉണ്ടാവുമോ? ഞാൻ ഓഫീസിൽ ഉണ്ടാവില്ല, ആ സമയമാകുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കുന്ന അവസ്ഥ, അവിടെ ഇല്ലാത്ത അവസ്ഥ, അവേ. അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ലേറ്റ് ആവും എന്ന് പറയാൻ ഐ വിൽ ബി ലേറ്റ് എന്ന് പറയാൻ അങ്ങനെ പറയില്ലേ, ഐ വിൽ ബി ലേറ്റ്. അതുപോലെ ഐ വിൽ ബി, ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ അവിടെ ഉണ്ടാവില്ല, ഞാൻ പുറത്തായിരിക്കും, ആ സീറ്റിൽ ഞാൻ ഉണ്ടാവില്ല, അതാണ് പറയണത്. ഞാൻ ഓൺലൈൻ ഉണ്ടാവും, നീ ചാറ്റ് ചെയ്യാൻ വരുമോ? ഇപ്പോൾ ഗൂഗിൾ ചാറ്റിലൊക്കെ പണ്ടൊക്കെ ആൾക്കാർ ഇരുന്നിരുന്നു, ഇപ്പോൾ ഒക്കെ വാട്സാപ്പ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പിലും ആവാം അല്ലേ. ഞാൻ ഓൺലൈൻ ഉണ്ടാവും, എങ്ങനെ പറയാം? ഞാൻ ഓൺലൈൻ ഉണ്ടാവും. അപ്പോൾ എന്താ നമ്മുടെ അവസ്ഥ? ലേറ്റ് അല്ല, നമ്മൾ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഐ വിൽ ബി ലേറ്റ് പോലെ തന്നെ ഓൺലൈൻ ഉണ്ടാവും. ഇനി 8 മണിക്കാണോ? ആ സമയത്താണെങ്കിൽ അവളും ഓൺലൈൻ ഉണ്ടാവും. ഈസ് ഇറ്റ് അറ്റ് 8? 8 മണിക്കാണോ? ഈസ് ഇറ്റ് ഇനഫ് പോലെ തന്നെ 8 മണിക്കാണോ? ഈസ് ഇറ്റ് അറ്റ് 8? അറ്റ് 8 എന്ന് വെച്ചാൽ 8 മണിക്ക്. ഈസ് ഇറ്റ് അറ്റ് 8? അങ്ങനെയാണെങ്കിൽ അവളും ഓൺലൈൻ ഉണ്ടാവും. അതെങ്ങനെ പറയാം? അവളും ഓൺലൈൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐ വിൽ ബി, ഷീൽ ബി എന്ന് വെച്ചാൽ പറഞ്ഞ സെൻറ്റൻസുകൾ അല്ലേ. ഐ വിൽ ബി ലേറ്റ്, ഷീൽ ബി ലേറ്റ്. ഇനി ഇതിൽ തന്നെ വേറൊരു പരിപാടി കൂടെ കടന്നു വരും, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ടത് പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇത് ജസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ തെറ്റിക്കും. എഴുതി ഉണ്ടാക്കിയാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ എനിക്കും നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഏതാണെന്ന് നോക്കാമല്ലോ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാമല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ എഴുതിയിടുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ആവും, നീ ലേറ്റ് ആവും പോലത്തെ സെൻറ്റൻസുകളില്ലേ, നിങ്ങളുടെ ഭാവനയിൽ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും എഴുതിയിട്ടാ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കോഴ്സ് എടുക്കാനാണെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്.
അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.